MLA മെമ്പറൊന്നുമല്ല. കാരണം ഒരു 5-6 വർഷം മുന്നേ എന്തോ കാര്യം പറഞ്ഞപ്പോൾ ലാലേട്ടൻ അണ്ണ മെമ്പറല്ലേ? ഞാൻ പറഞ്ഞല്ല, അതെന്താ കൊടുക്കുമെന്നുള്ളത്. 6 വർഷം മുന്നേ ഞാൻ ഈ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് 2 വർഷം കഴിഞ്ഞപ്പോൾ അത് കാണാനില്ല എന്നുള്ളതായി. അത് കഴിഞ്ഞ് 3 വർഷം മുന്നേ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഇപ്രാവശ്യം നോക്കുന്ന സമയത്ത് അതും കാണാനില്ല. എന്നിട്ടിപ്പോൾ ഫ്രഷായിട്ട് കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തു. ഇപ്പോൾ ഇതിനകത്തും പേര് വന്നിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് എന്ത് പറയാനാണ്? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രവിയേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 80 പടം കഴിഞ്ഞിട്ടും ഇവരൊരു മെമ്പർഷിപ്പ് തരാൻ തയ്യാറായിട്ടില്ല. അതാണ് പറയുന്നത്. അതായത് അവിടെ പടമില്ലാത്ത അല്ലെങ്കിൽ പടത്തിലൊന്നും അഭിനയിക്കാത്ത നായികയും നായകനും എല്ലാവരും ഉണ്ട്. 80 പടം കഴിഞ്ഞ് എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു മെമ്പർഷിപ്പ് തരാത്തത്? അതിന് എവിടെയും പോണ്ട. അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം മേജർ രവി സാറിനെയും രവിയേട്ടനെയും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്, ശരിയാണ്. പക്ഷെ ചില സമയത്ത് മേജറുടെ ഒരു വർത്താനമുണ്ട്, അത് ഒരാൾക്ക് പോലും സഹിക്കാൻ പറ്റൂല. അമ്മാതിരി വർത്താനല്ലേ പറയാ. എമ്മാതിരി വർത്താനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായി ഇങ്ങനെ വിളിച്ചു പറയാ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങേർക്ക് ശരിക്കും പറഞ്ഞാൽ മെമ്പർഷിപ്പ് അവർ കൊടുക്കാത്തത്. അവിടെയുള്ള എല്ലാവർക്കും, ഇതിന് മുന്നേ ഇരുന്നവർക്ക് എല്ലാവർക്കും അറിയാം, രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആളാണ്. പക്ഷേങ്കിൽ ചില സമയത്ത് ചില കുത്തലുകൾ രവി അങ്ങ് നടത്തും. ആ കുത്തലുകൾ കേൾക്കാൻ കഴിയാത്തത് കൊണ്ടും അത് അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടുമാണ് ആ ഒരു സംഭവം മാത്രം രവിയേട്ടൻ അങ്ങ് കൊടുക്കാത്തത്. പിന്നെ വേറൊരു കാര്യം, മോഹൻലാലിനെ പോലെയുള്ള ഓരോ ആൾക്കാർ തൻ്റെ കയ്യിലുണ്ട്. മോഹൻലാലൊക്കെ എൻ്റെ നല്ല അടുത്ത സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ടും രവിയേട്ടന് ഒരു മെമ്പർഷിപ്പ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ പൊന്നി രവിയേട്ടൻ എനിക്ക് കിട്ടാനേ പോകുന്നില്ല എന്ന് ഞാൻ പറയുള്ളൂ. അതായത് എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ഇനിയൊരു മെമ്പർഷിപ്പ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. കാരണം വേറെ ഒന്നുമല്ല, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറിയ ഒരു സ്വഭാവമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, മേജർ രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കീർത്തി ചക്ര പോലെ അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ എടുത്തുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം എപ്പോഴാണ് പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ഇദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ, പിന്നെ ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഇവിടെയും തൊടാതെ ചില കാര്യങ്ങൾ പറയുന്നത്. ബിഗ് ബോസിൽ ഏതോ ഒരു ഊളച്ചെക്കൻ എന്തോ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എന്താ പറയുക, ആ ചെക്കനെ ഞാനങ്ങ് കൊണ്ടുപോയിട്ട് അങ്ങ് ഇതാക്കും. എന്നിട്ട് എന്താ ആക്കിയത്? എന്തോ ഒന്നും ആക്കിയിട്ടുമില്ല. ആ മിഥുൻ നമ്മളെ എന്താ പറയണ്ടേ, ബിഗ് ബോസിൽ ഒരു പട്ടാളക്കഥ പറഞ്ഞിട്ടില്ലേ, ആ പട്ടാളക്കഥ പറയാൻ നീ ആരാടാന്ന് ചോദിച്ചിട്ട് എന്തൊക്കെ ഇതാണ് ഈ മനുഷ്യന്റെ ബലി എന്ന് ഞാൻ മനസ്സിലാക്കിയിനി. അതായത് ഒരു മേജർ എന്നുള്ള നിലയിൽ ആ മോഹൻലാലിനോടോ ഇല്ലെങ്കിൽ ആ ബിഗ് ബോസിലുള്ള ആ ഒരു ആൾക്കാരോടോ ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചൂടെ? അത് ചോദിക്കാതെ ഇയാൾ വന്നിട്ട് വലിയ ചാനലിൽ കയറിയിട്ട് എന്തൊക്കെയാ പറയുന്നത്. ആ ചെറുക്കൻ നുണ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രാജ്യദ്രോഹ കുറ്റക്കാരൻ അവരെ ആക്കിയിട്ട് എന്തൊരു മനുഷ്യനാണെന്ന് ഞാൻ അന്ന് വിചാരിച്ചു പോയി. അതായത് ഈ മനുഷ്യനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള സംഭവം വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുകയാണ്, അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്നേഹവും ഇത് മണ്ണാങ്കട്ടിയും കൊണ്ടൊന്നുമല്ല. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങള്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനെ കൊണ്ടുപോയിട്ട് സെൽഫി എടുത്തത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഈ മനുഷ്യന്റെ ബലി അങ്ങ് ഇടിഞ്ഞു പോയി. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? അതായത് ആദ്യം ഉണ്ടായിരുന്ന ആ ബലിയും കാര്യങ്ങളൊക്കെ അങ്ങ് പോയി. ആദ്യമൊക്കെ നമ്മളെല്ലാം ഭയങ്കര ഭക്തിയോ ബഹുമാനത്തോടു കൂടിയിട്ട് ഇങ്ങനെ തൊഴുത് നടന്നാണ്. മേജർ രവി സാർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചങ്കിലെ ചോരയായിരുന്നു, അതുപോലെ തന്നെ നമ്മളെ നെഞ്ചിലെ കരളായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ കൊണ്ട് നടന്ന രവിയേട്ടൻ്റെ ബായിൽ നിന്ന് വരുന്ന പിന്നെയുള്ള വർത്താനങ്ങൾ കേട്ടപ്പോഴേ അയ്യേ, ഇങ്ങേരെന്തോടെ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങേരെന്താ പറയുന്നത്, ഇതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 80 സിനിമയിൽ അഭിനയിച്ചിട്ടും എനിക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് ഇല്ല, എനിക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് തരുന്നില്ല. ഇനി തന്നു കഴിഞ്ഞാൽ അത് അപ്പോഴത്തെ മൂഡ് പോലെ ഇരിക്കുന്ന പറയുന്നത് എന്താ അറിയാം, എനിക്ക് ഇവിടെ കൊണ്ട് തരണം, എനിക്കിവിടെ കൊണ്ടുവന്ന് താലപ്പൊലി അമ്പാലിയുമായിട്ട് തരണം മെമ്പർഷിപ്പ് എന്നാണ് രവിയേട്ടൻ പറയുന്നത്. രവിയേട്ടൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങേരുടെ വിചാരം ഇപ്പോഴും അങ്ങേര് എന്താ പറയേണ്ടത്, ആ കീർത്തി ചക്രത്തിനെ ഉള്ളത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതോ ഒരു പടം, ആദ്യത്തെ ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങേര് വിജയിച്ചു എന്ന് തന്നെ പറയാം. അതായത് കീർത്തി ചക്ര അതെങ്ങനെയല്ലോ കൂടിയിട്ട് തട്ടിമുട്ടി ഒപ്പിച്ചു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങേർക്കൊന്നും ഒരു ഹിറ്റ് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് ചില സിനിമകളൊക്കെ അമിതാഭ് ബച്ചനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം കാണിച്ചു കൂട്ടിയിരിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ എന്തൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, കീർത്തി ചക്ര എന്ന് പറയുന്നത് നല്ല ബുദ്ധിയുള്ള കുറേ അസോസിയേറ്റുമാർ ഉണ്ടായിരിക്കാം.
അവർ തന്നെയായിരിക്കാം അതൊക്കെ ചെയ്തത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ രവിയെ കൊണ്ട് അങ്ങനെ ഒരു വലിയ സിനിമ എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് ഇന്നും ഒരു വിശ്വാസവും ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് മേജർ രവിക്ക് രാഷ്ട്രീയം പറയാൻ അറിയില്ല, അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ അറിയില്ല. ആകെ അറിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ രവി പിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാളത്തിന്റെ എന്ത് കാര്യവും മേജർ രവിക്ക് അറിയാം. പക്ഷെ പട്ടാളക്കാർക്ക് എല്ലാവർക്കും മേജർ രവി ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. അതായത് ഒരിക്കലുമല്ല. പല ആൾക്കാരെന്ന് പറഞ്ഞാൽ പലതരത്തിലും പറയാറുണ്ട്. ചില സമയത്തൊക്കെ രവിയേട്ടനെ കാണുമ്പോഴും നമുക്ക് തന്നെ ചിരി വരുവാണെന്ന്, ഇങ്ങനെ എന്തോടെ ഇങ്ങനെ പറയിക്കുന്നത് എന്ന് വരെ തോന്നിപ്പോവായിരുന്നു. കാരണം എന്താ അറിയുക, രവിയേട്ടൻ്റെ സ്വഭാവം കൊണ്ടാണ്. പിന്നെ രവിയേട്ടനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും കൂട്ടുകാരാക്കും. ഏതോ ഒരു സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതല്ല 1, 2, 3 സിനിമകളിൽ ബിനീഷ് കോടിയേരി ഇദ്ദേഹത്തിന്റെ സ്ഥിരം നടനാണ്. അത് വേറെ ഒന്നിനുമല്ല. അതായത് ഇദ്ദേഹത്തിന് അവിടെയും കുറച്ച് പിടിപാടുകൾ വേണം, അതിന് വേണ്ടിയിട്ടാണ്, അല്ല വേറെ ഒന്നിനുമല്ല. അതുപോലെ തന്നെ ഇനി കോൺഗ്രസ്സുകാരുമായിട്ട് പിടിപാടുണ്ട്. വേറെ ഇങ്ങേരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ BJP ആണ്. അതാ നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പൊ സ്ഥാനാർത്ഥിയും കൂടി ആയിരുന്നല്ല. അപ്പൊ രവിയേട്ടൻ അങ്ങനെ അവിടെയും ഇവിടെയും തട്ടില്ലാതെ ഇങ്ങനെ പോകണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബിനീഷ് കോടിയേരിനെ പോലെയുള്ള ആൾക്കാർക്ക് വെറുതെ ചാൻസ് കൊടുത്തിട്ട്, അതായത് പിന്നെ എന്താ പറയണ്ടേ ആ ഒരു ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരോടുള്ള ബന്ധങ്ങൾ ഇങ്ങനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബിനീഷ് കോടിയേരിക്ക് കൊടുക്കും. അതുപോലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ആരെങ്കിലും ബന്ധുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ആ ഒരു ഇത് കൊടുക്കും. അങ്ങനെ തട്ടുമുട്ടില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വിലസുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മേജർ രവി. സത്യം പറയാലോ, അങ്ങേര് ആദ്യത്തെ ആ നിലപാടും കാര്യങ്ങളൊക്കെ ആണെങ്കിലേ അങ്ങേരക്ക് എന്ത് നല്ല വിലയുണ്ടാവും എന്നറിയാം. പക്ഷെ ഇങ്ങേര് എവിടെയോ വെച്ച് വഴി തെറ്റിപ്പോയായിരുന്നു. അതാ പറ്റിയത്. എവിടെയോ വെച്ച് ഇദ്ദേഹത്തിന്റെ വർത്താനം കുറച്ചങ്ങ് കൂടിപ്പോയായിരുന്നു. പിന്നെ ആൾക്കാർക്ക് അരോചകത്വമായി. അതായത് ഇദ്ദേഹത്തിന്റെ ഈ വെടിക്കഥകൾ കേട്ട് വെടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഉദ്ദേശിക്കരുതട്ടാ, നുണക്കഥകൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നുണയോ അല്ലട്ടാ, അയാൾ അനുഭവിച്ചതായിരിക്കും, നമുക്ക് സത്യമായിട്ട് തോന്നുന്നില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യങ്ങളും ഇതൊക്കെ കേട്ട് പിന്നെ ജനങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് പിടിച്ച ഒരു അവസ്ഥയായി. അതുകൊണ്ട് പറയുകയാണ് എൻ്റെ പൊന്നി രവിയേട്ടാ, നിങ്ങൾ ഇനിയിപ്പോഴും കയറണ്ട, നിങ്ങൾ ഇനിയിപ്പോഴും അമ്മയിലും പോയി തലവെച്ച് കൊടുക്കണ്ട. ലക്ഷ്മിപ്രിയനെ കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തോറ്റിരിക്കുകയാണ്. ഇനി നിങ്ങളെ കൊണ്ടും കൂടി തോക്കാൻ അവിടെ ഒരാൾക്കും കഴിയില്ല. ഏതായാലും മോഹൻലാലും മമ്മൂട്ടി ഒന്നും ഇടപെടുന്നില്ല എന്ന് ഇപ്പം മനസ്സിലായിട്ട്. അവരൊക്കെ ഇത്രയും നല്ല ബുദ്ധിമാന്മാരാണോ? അതായത് ഇങ്ങനെ കയറ്റിക്കഴിഞ്ഞാൽ കുരിശാവുന്ന എല്ലാവർക്കും അറിയാം. അതായത് സാധാരണ പോലെ അല്ലല്ലോ, എന്താ പറയാ ഇങ്ങനെയാ പറയാ എന്നൊന്നും അറിയില്ല. എന്തേ തുപ്പലുണ്ടായിരുന്നു. പണ്ട് അവളെ സിന്ധു സൂര്യകുമാറിനെ എന്തോ തുപ്പൊന്നോ അവളെ എന്താ പറയണ്ടേ തുപ്പിയാട്ടുന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പിന്നെ തുപ്പൽ രവിച്ചേട്ടൻ എന്നുള്ളൊരു പേരും വന്നിരുന്നു. പിന്നെ ഉണ്ണിമുകുന്ദനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ തീർന്നു. രണ്ടുപേരും എന്ന് പറഞ്ഞാൽ നല്ല കോർത്തിനേനും എവിടെയോ വെച്ച് അടിവരെ കഴിഞ്ഞു എന്നാ പറയുന്നത്. ഉണ്ണിമുകുന്ദനും രവിയേട്ടനുമായിട്ട്. പിന്നീട് എന്ന് പറഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ വിളിച്ച് 3-4 ചാൻസ് ഒക്കെ കൊടുത്തു. അതായത് മേപ്പടിയാന്നുള്ള സിനിമയിലൂടെ ചാൻസ് ഒക്കെ കൊടുത്തപ്പോൾ രവിയേട്ടനെ കുറിച്ച് സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ രവിയേട്ടനോട് പൊതുവേ പറയാനുള്ളത്, നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ഒരു കാലം വരെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ എവിടെയോ നിങ്ങൾ വഴിതെറ്റിപ്പോയി. അതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പരാജയം എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിയൊരു പരാജയം അത് തന്നെയാണ്. ആ ഒരു വഴിതെറ്റൽ, അവിടെ നിന്നും നിങ്ങൾക്ക് മോചനം ഉണ്ടായിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾ തന്നെ ചിന്തിക്കുക, എനിക്ക് എവിടെയാണ് വഴിതെറ്റിയത്, ഞാൻ എവിടെയാണ് മാറേണ്ടത് എന്ന് കൃത്യമായിട്ട് ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. അവിടെ നിന്ന് എങ്ങോട്ട് പിന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്നേഹമുണ്ടാകും. മാറണം. ഇപ്പൊ സന്ദീപ് വാര്യരെല്ലാം കാണുന്നില്ലേ? സന്ദീപ് വാര്യരൊക്കെ ഇപ്പൊ ജനങ്ങൾ കൊണ്ടു നടക്കുന്നത് എങ്ങനെയാ? അങ്ങനെ ഒരു മനുഷ്യനായില്ലേ ഇപ്പോഴേ? അങ്ങനെ ആ ഒരു മനുഷ്യ സ്നേഹിയായില്ലേ? അതാണ് പറയുന്നത്. നന്ദി, നമസ്കാരം.